നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണം. എടോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ നാണം കെടുത്താൻ പാടില്ല. നിങ്ങൾ ചിന്തിക്ക്, ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. നിങ്ങളെല്ലാവരും അറിഞ്ഞു ഞാനൊരു പാപം ചെയ്തു, കള്ളു കുടിച്ചെന്നോ അല്ലെങ്കിൽ വ്യഭിചരിച്ചെന്നോ നിങ്ങൾ അറിഞ്ഞു. നിങ്ങളെല്ലാവരും എന്നെ കണ്ടു, നിങ്ങളെല്ലാം അറിഞ്ഞു. അസ്സലാമലൈക്കും. എല്ലാവരും റാത്തല്ലോ. ഇതെൻ്റെ യൂട്യൂബ് ചാനലാണ്. നല്ല നല്ല വിഷയമാണ്. എല്ലാവരും വീഡിയോ പൂർത്തി നോക്കണം. നല്ല നല്ല വാദമാണ്. സിറാജ് ഖാസിമിൻ്റെ വാദമാണ്. എല്ലാ വാദമുണ്ട്. പിന്നെ എല്ലാവരും സപ്പോർട്ട് വേണം. പൂർത്തി നോക്കണം വീഡിയോ തന്നെ. പിന്നെ നല്ല നല്ല വിഷയൻ്റെ വാദമാണ്. എല്ലാം പൂർത്തി നോക്കണം, ഷെയറാക്കണം, സപ്പോർട്ട് വേണം. എൻ്റെ വീഡിയോ കുറച്ച് വീഡിയോത്തിൻ്റെ ടൈം കംപ്ലീറ്റ് ആയിട്ടാണ്. പിന്നെ എല്ലാം ഇതും എല്ലാവരും പൂർത്തി വാദം നോക്കുന്നില്ല. നല്ല നല്ല ബിസിൻ്റെ വാദമാണ്. വേറെ എല്ലാവരും ഷെയർ ആക്കണം. സപ്പോർട്ട് മെയിൻ വേണ്ടത് നിങ്ങൾക്ക്. നല്ല നല്ല വാദമുണ്ടല്ലേ ആണ്. എല്ലാവരും സപ്പോർട്ട് വേണം. വേറെ എല്ലാവരും പിന്നെ ബെല്ലെ കൊണ്ടുത്തണം, ഷെയർ ആക്കണം. അസ്സലാമു അലൈക്കും. നിങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കണം. എടോ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാളെ നാണം കെടുത്താൻ പാടില്ല. നിങ്ങൾ ചിന്തിക്ക്, ഞാനൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ സങ്കല്പിക്ക്. നിങ്ങളെല്ലാവരും അറിഞ്ഞു ഞാനൊരു പാപം ചെയ്തു, കള്ളു കുടിച്ചെന്നോ അല്ലെങ്കിൽ വ്യഭിചരിച്ചെന്നോ നിങ്ങൾ അറിഞ്ഞു. നിങ്ങളെല്ലാവരും എന്നെ കണ്ടു, നിങ്ങളെല്ലാം അറിഞ്ഞു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി, പടച്ചവനെ എനിക്ക് പറ്റിപ്പോയി, റബ്ബേ നീ പുറത്തുതാ. അല്ല കരുണയുള്ളവന്, അല്ല പുറത്തു തന്നു. പക്ഷെ പിന്നീട് ഒരു സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോ നിങ്ങൾ പറയാ, പണ്ട് പിടിച്ചവനവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും എന്നെ കളിയാക്കിയാൽ നിങ്ങൾ എഴുതി വെച്ചോ, എടോ ഒരാളെ 4 പേരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെടുത്തിയാൽ 40 പേരുടെ മുമ്പിൽ അള്ളാഹു നിങ്ങളെയും നാണം കെടുത്തും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ 4 പേരുടെ മുമ്പിൽ ഒരാണാകട്ടെ, പെണ്ണാകട്ടെ, കുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, കൊലപാതകയാകട്ടെ, അവനെ നാണം കെടുത്തിയ അവൻ അല്ല പുറത്തു കൊടുക്കും. നീ ഓർത്തിരുന്നോ, നീ വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അള്ളാഹു അത് നാട്ടുകാരെ അറിയിക്കും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. സൂക്ഷിക്കണം, ഭയക്കണം. നിസാര കാര്യമല്ല. നീ ആരും അറിയാതെ രഹസ്യമായി വീടിന്റെ അകത്തിരുന്ന് ചെയ്താലും അത് പരസ്യമാക്കും അല്ലാഹ്, അത് നാട്ടുകാരെ അറിയിക്കുമല്ല. കാരണം നീ ഒരു മനുഷ്യന്റെ കണ്ണ് നനയിച്ചവനാ, ഒരാളെ നാണം കെടുത്തിയവനാ. അത് അത്രയ്ക്കും വലിയ പാപവാ, ചെറുതൊന്നുമല്ല. നമുക്കത് ചെറുതായി പോയി. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്ക, ഇറച്ചി തിന്നാനൊരു സുഖവാ. കണ്ടവന്റെ ഇറച്ചി ഇങ്ങനെ പച്ചയിറച്ചി തിന്നുന്നത് വല്ലാത്ത ഒരു രസമാ. അവിടെ ഇവിടെയും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പറയും പടച്ചവന്. ചില വാപ്പാമാര് നിസ്കാരം കഴിഞ്ഞു, വാപ്പാനെ കാണുമ്പോ വലിയ സങ്കടവാ. വേച്ച് പള്ളി വരും, കമ്പം കുത്തിയാ വാപ്പ വരുന്നേ. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് അസർ കഴിയുമ്പോ പള്ളിയുടെ പടിയിൽ അങ്ങോട്ട് ഇറങ്ങിയിരുന്നിട്ട് അങ്ങോട്ട് തുടങ്ങും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങോട്ട് പറയാൻ തുടങ്ങും,